Yes, good evening, ma'am. Good evening. ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്തേ പബ്ലിക് തരാഞ്ഞ്? അത് തന്നില്ലേ ആരും? ഇല്ലില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അന്ന് പോലെ ഞാൻ അവിടെ അല്ല, അവിടെ നമ്മുടെ ബ്രാഞ്ച് വരെ വിളിച്ചു പറഞ്ഞു, തരാവുന്ന ടീച്ചർ പറഞ്ഞു. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യണം മിസ്സിനും കയ്യിൽ കൊടുത്തിരുന്നു ഗ്രൂപ്പിലേക്ക്. അതിന്റെ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന മിസ്സിന് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഒരിക്കൽ വലിയ ഒരു പ്രശ്നമുണ്ടായി. അതായത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഹിസ്റ്ററിയുടെ കുറെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കിട്ടിയായിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻസ്. അത് കിട്ടിയപ്പോൾ പലർക്കും കിട്ടിയില്ല എന്നുള്ളവരെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും ഉണ്ടെന്ന് പോയപ്പോ അങ്ങനെയാണ് സാർ, അങ്ങനെയാണെങ്കിൽ അവർക്കൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്തതിന് അവിടെ ഏതോ ഒരാൾ ഏത് സ്ത്രീയാണ് എന്താന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ അടുത്ത് ഭയങ്കര ഫയറിങ്. അവരുടെ അപ്പൂപ്പന്റെ പ്രായമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു ഇതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നോട് എന്നെ അധികാരപ്പെട്ട ഒരാള് ഐ ഡിഡ് സോ. അതൊരു വലിയ ഒഫൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഫൗളും ചെയ്തിട്ടില്ല. വേറെ ആരെയും പെൺപിള്ളേരെ വിളിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിനുള്ള അധികാരമില്ലെന്ന്. എന്റെ അധികാരത്തിനല്ല, എന്നോട് പറഞ്ഞു അതോറിറ്റി എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്തു. അവരെന്നിട്ട് അവസാനം കംപ്ലീറ്റ് അങ്ങ് കട്ട് ചെയ്യുന്നല്ല, എല്ലാം അഡ്മിറ്റ് ഉള്ളിയാ. അത് നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ അങ്ങോട്ടൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതൊരു ഈ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറും ദെൻ നിങ്ങൾക്ക് ഇനി ഒരു മോഡൽ എക്സാമും കൂടി ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ നല്ലവണ്ണം പഠിച്ച് എഴുതിയാൽ തന്നെ നമുക്ക് ഇത് സോഷ്യോളജി എക്സാമിലേക്ക് പ്രവേശിക്കുന്ന പോലെ തന്നെയായി. നിങ്ങൾ ഒരുവിധം പഠിത്തം കഴിഞ്ഞു എന്നല്ല, പഠിച്ചു എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. ഞാൻ അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു നമ്മുടെ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എങ്ങനെയാണ് വെച്ചാൽ ചെയ്യാം. കാണുന്നുണ്ടോ എല്ലാവരും? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു ചാറ്റ് ബോക്സിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് yes or no എന്ന് എഴുതും. കാണുന്നുണ്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ശ്രീജ എന്താ പറഞ്ഞേ? എനിക്കത് ക്ലിയർ ആയില്ല. മിസ് കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവരണം അല്ലെ? ഓക്കെ, ഇത് മതിയോ? കാണുന്നുണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ വായിക്കാം. Which among these is the attribute of society? സമൂഹത്തിന്റെ ഗുണവിശേഷങ്ങൾ ഇതിൽ പറഞ്ഞത് ഏതാണ്? ഇംഗ്ലീഷ് ടെക്സ്റ്റിലാണ് ഞാൻ എല്ലാ പേജ് നമ്പറും ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ടിക്കറ്റ് വെച്ചോ, ആൻസേഴ്സ് എഴുതിയാൽ മതി. പേജ് നമ്പർ 50. പേജ് നമ്പറിൽ 50-ല് ഫസ്റ്റ് ബുക്കിലാണോ? ഫസ്റ്റ് ബുക്കിൽ പാർട്ട് 1 ഫസ്റ്റ് ബുക്കിൽ 50-ാമത്തെ പേജിൽ അട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. അട്രിബ്യൂട്ട്സ് 3 എണ്ണമാണ് ഉള്ളത്. ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻസിയേഷൻ, ഇന്റർഡിപെൻഡൻസ്, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അത് 3ഉം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദം എന്നാണ്. ടിക്കറ്റിന്റെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 50 ഫസ്റ്റ് പാർട്ട് 50-ല് കേട്ടോ. Likeness and differentiation, interdependence, cooperation and conflict. ഇതൊക്കെ അട്രിബ്യൂട്ട്സ് ഓഫ് സൊസൈറ്റി ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദം എന്നാണ് വരുന്നത് കേട്ടോ. ഇനി ഡി ടിക്ക് ഇട്ടാ മതി. അടുത്തത് 1A ഒരു കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1A
ഒന്ന് തന്നെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷനാ, നിങ്ങൾക്ക് ഒന്ന് എ എഴുതാം, ബി എഴുതാം, ഏത് പക്ഷെ വേണമെങ്കിലും എഴുതാം. ഇതിനകത്ത് ബി എ കാണുന്നില്ല. ദേ എ മുകളിലുള്ളത്, ഇത് ബി എ വരെ കാണുന്നുള്ളൂ. ഇതിപ്പോ ആ കണ്ടില്ലേ? എ ഇപ്പൊ കണ്ടു. അതെ, ഇത് എ. ഒന്നുകൂടി പറയാം. ആൻസർ ഓൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എ, ഒന്നാമത്തെ ചോദ്യം തന്നെ 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണം നിങ്ങൾ എഴുതണമെന്നില്ല, ഒരെണ്ണം എഴുതിയാൽ മതി. നമ്മുടെ മെയിൻ എക്സാമിന് കിട്ടുമ്പോൾ എ ബി എന്ന് കണ്ടാൽ എ ഇഷ്ടമുള്ള ഭാഗം നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ഏതാ കിട്ടണമെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി. രണ്ടും എഴുതണമെന്ന് നിർബന്ധമില്ല. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് ആദ്യത്തേന് മാർക്ക് ഇടും, അല്ലാത്ത മാർക്ക് ഇടില്ല. അതാണ് പ്രശ്നം. Which among these is the attribute of society എന്നാണ് ചോദിച്ചിരിക്കുന്നത്. attribute of society എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഗുണവിശേഷങ്ങൾ ഏതാണ്? അത് നമ്മുടെ ടെസ്റ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. പാർട്ട് 1 ടെസ്റ്റ് എടുക്കുക. അതിൽ 50ാമത്തെ പേജിൽ attribute of society എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് 3 എണ്ണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 50ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻസിയേഷൻ, ഇന്റർഡിപെൻഡൻസ്, കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. അത് 3 നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ 3 ഉൾപ്പെടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞ ഓപ്ഷനാ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ചോയ്സ് ആയിട്ട് എടുക്കാൻ പറ്റുക ഓൾ ഓഫ് ദം, ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ ഈ പറഞ്ഞത്? ശ്രീജയൊക്കെയാണ് കിട്ടാത്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ സെൻഡ് ചെയ്യാൻ പറ്റുമോ മാഡം? ഏത്? ഇതിപ്പോ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമോ? എടുത്തോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. എന്നാ ഞാൻ നോക്കട്ടെ. പക്ഷെ ഇതിപ്പോ ഒരു പേജേ കിട്ടുന്നുള്ളൂ. കൊറേ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. ഞാൻ ഇതിന് പരിഹാരം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എടുക്കുന്നതിൽ പ്രശ്നമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റില്ലേ മക്കളെ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ എടുക്കാൻ പറ്റണം. എടുത്ത ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞേ എടുക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഒരെണ്ണം കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് എ കഴിഞ്ഞാൽ ഇനി ബി ആണ് കേട്ടോ. ബി ഒന്ന് നോക്കിക്കോ. വിച്ച് ഈസ് ദ മോർ ഇമ്പോർട്ടന്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്ന് പറഞ്ഞ, അതായത് ഇത് നമ്മുടെ TMA ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഓപ്ഷനിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ TMA വരുന്നതായിരിക്കും. നിങ്ങളെ കൊണ്ട് ഉത്തരം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമായിരിക്കും അവര് ഇടവിടെ ബി എന്നിട്ട് പറഞ്ഞത്. വിച്ച് ഈസ് ദ മോർ ഇമ്പോർട്ടന്റ് ഇൻ ഓൾ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നാണ്. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അതായത് സഹകരണവും അതുപോലെ തന്നെ സംഘർഷത്തിനും പ്രാധാന്യം കൊടുക്കണം. ബി കോപ്പറേഷൻ, സഹകരണത്തിന് മാത്രമാണോ പ്രാധാന്യം കൊടുക്കുന്നത്? സി കോൺഫ്ലിക്റ്റ്, ഇതിന് മാത്രമാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? സംഘടനത്തിന് മാത്രമാണോ പ്രാധാന്യം കൊടുക്കുക? നൺ എമംഗ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ഈ രണ്ടിനും എന്ത് പ്രാധാന്യം കൊടുക്കണ്ട. ഏതിനായിരിക്കും അപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ട ഈ പറഞ്ഞതിൽ? എ ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റിയിൽ രണ്ടും ഒരുമിച്ചിട്ടാ. കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഒരുമിച്ചല്ലേ പറഞ്ഞേ? ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഓപ്ഷൻ എ ആണ് അതിൽ വരുന്നത്. ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ തന്നെ അങ്ങനെയാണ്. കോപ്പറേഷൻ, കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു 9ാമത്തെ ചാപ്റ്റർ അതാണ്. അതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. ഈ ഉത്തരം കിട്ടിയല്ലോ. സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ നിങ്ങൾ. ഞാൻ വലുതാക്കണോ ഇനി? വേണ്ട വേണ്ട, വലിപ്പം ഇത് മതി. പക്ഷെ കിട്ടുന്നേ ഉള്ളൂ. ഇനി അടുത്ത 1B 2B 2A 2A പറഞ്ഞോട്ടെ. ക്ലിയർ ആയല്ലോ? ക്ലിയർ. ഓരോ ചോദ്യം കഴിഞ്ഞ അപ്പൊ തന്നെ ഒന്ന് എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എളുപ്പം. ദെൻ അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ എൻഡോജീനിയസ് ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്? എൻഡോജീനിയസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ 17ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് പാർട്ടിലെ 17ാമത്തെ ചാപ്റ്ററിലാണ് ഏത് നമ്മൾ പഠിക്കുന്നത്? എൻഡോജീനിയസ് ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്. പേജ് നമ്പർ ഞാൻ പറയാം. 17ാമത്തെ ചാപ്റ്ററിലെ 234ാമത്തെ പേജ് എടുക്കാം. 234ാമത്തെ പേജിൽ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്ക് ഇട്ടുണ്ടാവും. 2 തരം ഫാക്ടേഴ്സ് ആണ് സാമൂഹ്യ മാറ്റത്തിലുള്ളത്, എൻഡോജീനിയസും എക്സോജീനിയസും. 234
2, 3, 4 234 പേജില് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എൻഡോജീനിയസ് ഫാക്ടേഴ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. Endogenous social change occurs due to various factors. Some of these factors are endogenous, that is internal to the society concern, and exogenous. സമൂഹത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളെയാണ് നമ്മൾ എൻഡോജീനിയസ് ഫാക്ടേഴ്സ് എന്ന് പറയണത്. അപ്പൊ ഇതിൽ സമൂഹത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് ഏതൊക്കെയാണ്? ചേഞ്ച് ഇൻ എ പോപ്പുലേഷൻ, ചേഞ്ച് ഇൻ ദ കൺസെപ്ഷൻ ഓഫ് പാറ്റേൺ, then change due to the interaction and conflict between young and old, change is omitting patterns. Omitting എന്ന് പറഞ്ഞാൽ പുറത്താക്കാനുള്ള ഒരു കാരണം എന്നാണ്. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഏതായിരിക്കും? സമൂഹത്തിന്റെ ഉള്ളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഏതാണ്? ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോട്ടെ. എഴുതിയെടുക്കേണ്ട ചേട്ടാ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ മതി. അപ്പൊ ഞാൻ അതിവിടെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2A അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, ആ സമൂഹത്തിലെ ജനസംഖ്യയിൽ വരുന്ന മാറ്റത്തിലാണ് എൻഡോജീനിയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, അതാ ആട്രിബ്യൂട്ട്സിൽ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. അവർ ഒരുമിച്ചാ കിടക്കുക, വേറെ തിരിച്ച് കിടക്കില്ല. ബോത്ത് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് പോവും. എൻഡോജീനിയസ് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ എ പോപ്പുലേഷൻ. എഴുതിയല്ലോ. ഇനി ഇതിൽ തന്നെ ഉൾപ്പെടുന്ന 2B ആണ് ഇനി പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. തൊട്ടടുത്ത് തന്നെ 234 പേജിൽ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെടാത്തത്, നോട്ട് എ ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്താത്തത് ഏതാണ്? ഇൻഫ്ലേഷൻ, ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, സൈസ് ഓഫ് പോപ്പുലേഷൻ. അത് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഇൻഫ്ലേഷൻ ആണ്. ആൻസർ ഏതാ? എ അല്ലേ? ചേഞ്ച് ഇൻ പോപ്പുലേഷൻ. ഇനി 2B ആണ് പറയുന്നത്. 2B, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. 234 പേജിൽ തന്നെ എടുക്കുന്നുണ്ട് ആ ടോപ്പിക്ക്. 234 ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യാപരമായിട്ടുള്ള മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമല്ലാത്തത് ഏതാണ്? നോട്ട് എന്നാണ് ചോദിക്കുന്നത്. ജനസംഖ്യാപരമായിട്ടുള്ള ഘടകങ്ങളെ സ്വാധീനിക്കാത്ത മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ജനസംഖ്യാപരമായ കാര്യങ്ങളിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏത്? സൈസ് ഓഫ് പോപ്പുലേഷനും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. പിന്നെ ആരേ ഉള്ളൂ ഇതില് എലിമിനേറ്റ് ചെയ്യാൻ? ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ അത് ആണ് അവിടുത്തെ ഉത്തരം. എ ആണ് ഉത്തരം. ക്ലിയർ ആയോ? യെസ് ഓർ നോ? ക്ലിയർ ആയോ? Yes, of course. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഞാൻ പറയണോ? റിപ്പീറ്റ് ചെയ്തൊന്നും കൂടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാനാണ് ഇനി. ഓക്കെ മിസ്, ഇത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ മിസ്സേ? ഇത് വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ ചെയ്യിപ്പിക്കണേ. ഇതേപോലെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് എത്ര പഠിച്ചാലും കാര്യമില്ല. കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവിഷൻ ചെയ്ത് നടത്തിയാൽ മാത്രമാണ് നമുക്ക് എക്സാമിന്. മിസ്, ഞങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ തരാന്നൊക്കെ പറഞ്ഞു തരുന്നല്ലോ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകള്. അത് തരും. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ഒരെണ്ണം പഠിക്കും. നിങ്ങള് ധൈര്യമായിട്ട് തരും, പേടിക്കാണ്ടിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദി സ്റ്റേറ്റ്മെന്റ്. ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഇതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോപ്പുലേഷൻ ഇൻക്രീസ് വിത്ത് ദി ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻ. ജനസംഖ്യ കൂടുമ്പോ മെഡിക്കൽ ഫെസിലിറ്റീസും ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ സാനിറ്ററി കണ്ടീഷൻസും ഇംപ്രൂവ് ചെയ്യും. ഇത് ഏതിലാണ് ഉൾപ്പെടുത്തേണ്ടത്? കൾച്ചറിലാണോ, ഡെമോക്രാറ്റിക്കൽ ഫാക്ടേഴ്സിലാണോ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിലാണോ, എക്കണോമിക്കൽ ഫാക്ടേഴ്സിലാണോ മക്കളെ ഉൾപ്പെടുത്തേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഏത് ഫാക്ടേഴ്സിലാണ് ഉൾപ്പെടുത്തേണ്ടത്?
ഈ സ്റ്റേറ്റ്മെന്റ്? ഒന്നും കൂടി ഞാൻ പറയാം. ഞാൻ വായിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഏത് ഫാക്ടേഴ്സിലാണ് ഉൾപ്പെടുത്തേണ്ടത്? പോപ്പുലേഷൻ ഇൻക്രീസ് വിത്ത് ദി ഇംപ്രൂവ് ദി മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻസ് എന്നാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതായത് ജനസംഖ്യ കൂടുമ്പോ നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് കൂട്ടണം, അതുപോലെ തന്നെ സാനിറ്ററി കണ്ടീഷൻസും കൂട്ടണം. നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചാൽ മതി, ഈ പോപ്പുലേഷൻ ഏത് ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടാണോ? കൾച്ചർ ആണോ, ഡെമോഗ്രാഫിക് ആണോ, ടെക്നോളജി ആണോ? എക്കണോമിക് അല്ല. ഞാൻ 235 പേജ് എടുത്തേ, അതിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസിലെ എ ക്വസ്റ്റ്യൻ വായിച്ച നിങ്ങള് ആ ക്വസ്റ്റ്യൻ ആണ് അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. അതാണ് 235. 235 ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17 പോയിന്റ്. യെസ് അബ്ദുൽ കരീം, കറക്റ്റ് ആണ്. ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ് 235 പേജ് എടുക്ക്. 17.1 ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്ററി കണ്ടീഷൻസ് പോപ്പുലേഷൻ ഇൻക്രീസസ്. അതന്നെയല്ലേ തിരിച്ചിങ്ങോട്ടെ അവര്. അപ്പൊ ഏതാണ്? ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. ഉത്തരം ബി. കണ്ടോ, ടെസ്റ്റിൽ അതേ ചോദ്യം തന്നെയാ വന്നേ, ഒന്ന് തിരിച്ചിട്ടു, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? പേജ് നമ്പർ എഴുതിക്കോട്ടെ. ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻ ബി. ആൻസർ ഡി. ബി അല്ലേ? ബി ഡെമോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. ഇനി 4ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് മോസ്റ്റ്ലി മാച്ച് ടു ദി വില്ലേജ് ലൈഫ്? വില്ലേജ് ലൈഫുമായി ബന്ധപ്പെട്ട്, ഗ്രാമജീവിതമായി ബന്ധപ്പെട്ട് ഇതിൽ ഏത് ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റാന്നാ ചോദിച്ചിരിക്കുന്നത്? ഏത് സ്വഭാവ സവിശേഷതയാണ് ഗ്രാമ സമൂഹമായിട്ട് എടുത്ത് എഴുതാൻ പറ്റാന്ന്? ഒന്ന് ഓപ്ഷൻ ഇൻഡിവിജ്വലിസം, എല്ലാരും വ്യക്തിത്വപരമായിട്ട് ജീവിക്കുന്നു. അർബൻ ഓറിയന്റഡ്, നഗര സമൂഹമായിട്ട് ജീവിക്കുന്നു. ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് കോപ്പറേഷൻ, കൂട്ടായ്മയും സഹകരണവും ഉള്ളതാണ്. ടെക്നോ സെൻട്രിക്കൽ ആറ്റിറ്റ്യൂഡ്, അതായത് സാങ്കേതിക വിദ്യയുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ ഉള്ളത്. ഏതായിരിക്കും ഇതിൽ ഏറ്റവും? ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ അല്ലേ? ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ. ഇത് നിങ്ങൾ ഓപ്ഷൻ ചാപ്റ്റർ നമ്മുടെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ ഇല്ലേ? 5 പേജ് നമ്പർ കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. പേജ് നമ്പർ 54 അതിൽ ഉൾപ്പെടുന്ന ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സൊസൈറ്റി കമ്മ്യൂണിറ്റി അതാണോ? 54ാമത്തെ പേജ് എടുത്തേ. 54. അതിലുണ്ട് വില്ലേജ് കമ്മ്യൂണിറ്റി. ഏറ്റവും കൂടുതൽ വില്ലേജ് കമ്മ്യൂണിറ്റി ഹാവ് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട് അതില്. ബി ഫീലിംഗ് കണ്ട അവിടെ അർബൻ ഇമ്പാക്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ട്രഡീഷണൽ കമ്മ്യൂണിറ്റി വീക്കൻഡ്. ബി ഫീലിംഗ് ഹാസ് ഡിലീറ്റഡ് ലാർജ് എക്സ്റ്റെന്റ് ഇൻഫ്ലുവൻസ് ട്രഡീഷണൽ കസ്റ്റംസ് ഓൺ ദി ലൈഫ് ഇൻഡിവിജ്വൽ ഹാസ് ലോ അണ്ടർഗോൺ. വില്ലേജ് കമ്മ്യൂണിറ്റി ഹാസ് ലോ എന്ന് പറഞ്ഞിട്ട് അത് മൊത്തമായിട്ടാണ് അവിടെ ഉൾപ്പെടുത്തി അവര് പറയണത്. ഈ ഓപ്ഷൻ വായിച്ചാലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. 54 ആ പാരാഗ്രാഫ്, ഫസ്റ്റ് പാരാഗ്രാഫ്, ഫസ്റ്റ് പാര അണ്ടർ ദി ഇംപാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ അതല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും വി ഫീലിംഗ് ഹാസ് ബീൻ ഡിലൂറ്റഡ് ലാർജ്. വി ഫീലിംഗ് മാറ്റി ഗ്രൂപ്പ് ഫീലിംഗ് ആണ് അവിടെ വരുന്നത്, വില്ലേജ് കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് നമ്മുടെ ചാപ്റ്റർ ഇതെടുത്താലും മതി. ഏതാ? 26ാമത്തെ ചാപ്റ്റർ. 5.3 അല്ലല്ലോ? 5.3 Under the effect of British population exploration, education, modernization, and the second one, we feeling, അവിടെയാണോ? has been diluted a large extent എന്നുള്ള രീതിയിലാണ്. Has been diluted to large extent. അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ 26ാമത്തെ ചാപ്റ്ററിലെ റൂറൽ കമ്മ്യൂണിറ്റി ലൈഫ്, റൂറൽ സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് ഫുള്ളും. അത് മറ്റേതിനകത്തല്ല, അത് മറ്റേ ബുക്കിലല്ലേ? മറ്റേ ബുക്കില്. ഇത് ക്ലിയർ ആയല്ലോ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. അല്ല, ഇത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ഓക്കെ, പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. പേജ് നമ്പർ ഞാൻ പറയാം. ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. ചെറിയാൻ ചേർന്ന്. അല്ല, ക്വസ്റ്റ്യൻ 4 അല്ലേ? ക്വസ്റ്റ്യൻ 4.
ആ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ എല്ലാം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ സൊസൈറ്റി, വില്ലേജ് കമ്മ്യൂണിറ്റി. ഇനി അഞ്ചാമത്തെ സെക്കൻഡ് പാർട്ടിൽ 43-ാമത്തെ പേജിൽ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Which of the following is an eliminate of difference between community and society? അതായത് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയുമായി അവരുടെ ഡിഫറൻസ് പറയുമ്പോൾ ഇതിൽ എലിമിനേറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? എലിമെന്റ്സ് ആയിട്ട് വരുന്നത് രണ്ടു പേർക്കും ഉൾക്കൊള്ളുന്ന ഒരു പൊതുഘടകം ഏതാണെന്നാ ചോദിച്ചത്. എലിമെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ, ലൈക്ക്നെസ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണോ, സെന്റിമെന്റ്സ് ഓഫ് വൺസ് ആണോ? രണ്ടു പേർക്കും, അതായത് കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കും പൊതുവായിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അവിടെ വരുന്നത്. ലൈക്ക്നെസ് ഓഫ് പേജ് നമ്പർ 55. അതില് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൊടുത്തിട്ടുണ്ട്. പേജ് 55. നമ്മുടെ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ മക്കളെ, അത് തെറ്റിയിട്ടുണ്ട്. ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റിയിലെ പൊതു എലിമെന്റ്സ് ആയിട്ട് വരുന്നത് ഏതാണെന്നാ ചോദിച്ചേക്കണം. അത് 52-ാമത്തെ പേജിൽ നമുക്ക് 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എവറി റിലേഷൻഷിപ്പ് വിച്ച് എസ്റ്റാബ്ലിഷ് ബിറ്റ്വീൻ പീപ്പിൾ ബിയോണ്ട് ദി ടെറിട്ടോറിയൽ ബൗണ്ടറീസ്, സെൻസ് ഓഫ് ബിലോങ്ങിനെസ്, then society is abstract mental construct. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇതില് സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ആണ് അവിടെ വരേണ്ടത് കേട്ടോ. ഡി ആണ് വരേണ്ടത്. സെന്റിമെന്റ്സ് ഓഫ് വൺസ് എന്നാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി എന്നല്ല ചോദിച്ചേക്കുന്നത്. ഏതാണ് എലിമെന്റ് ഡിഫറൻസ് സൊസൈറ്റിയുടെയും കമ്മ്യൂണിറ്റിന്റെയും പൊതുവായിട്ടുള്ള എലിമെന്റ്സ് ആയിട്ട് വരുന്നത്? രണ്ടു പേർക്കും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അല്ലല്ല, എലിമെന്റ്സ് വേണ്ടേ? വേണ്ടാത്തത്, അതായത് രണ്ടുപേരിൽ ഡിഫറൻസ് വേണം. ഡിഫറൻസ് ഇത് രണ്ടുപേർക്കും ഉള്ളതാണ്. ഡിഫറൻസിൽ വ്യത്യാസം വരുമ്പോൾ സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സിലാ വ്യത്യാസം. സമൂഹത്തിലെ എല്ലാവർക്കും ഒരേപോലത്തെ സെൻസ് ഓഫ് ബിലോങ്ങിനെസ്സില. കമ്മ്യൂണിറ്റിയിൽ വേറെ ആയിരിക്കും, സൊസൈറ്റിയിൽ വേറെ ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ രണ്ടാൾക്കുള്ള സിമിലാരിറ്റിയാ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാവർക്കും ഒരുമിച്ചുള്ളതല്ലേ. ലൈക്ക്നെസ്, ഇൻട്രസ്റ്റ്, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, കണ്ടോ? സെന്റിമെന്റ്സ് ഓഫ് വൺസ്. ഇതില് നമുക്ക് വേണ്ട ഉത്തരം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ആണ്. ബിയോണ്ട് ദി ടെറിട്ടോറിയൽ ഇതിൽ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണ് അവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്ന എലിമെന്റ്സ്. ഡെഫിനിറ്റ് ലൊക്കാലിറ്റി. സൊസൈറ്റിക്ക് ഒരു ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വേണ്ട. അതിങ്ങനെ വിശാലമായിട്ട് എവിടെ അബ്സ്ട്രാക്ഷൻ അമൂർത്തമായിട്ട് കിടക്കാണ്. കമ്മ്യൂണിറ്റിക്ക് അങ്ങനെയല്ല, ഒരു കോൺക്രീറ്റ് എൻറ്റിറ്റി ഉണ്ടാവും, ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഉണ്ടാവും കമ്മ്യൂണിറ്റിക്ക്. ബാക്കി മൂന്നും ഏതിലുള്ളത് തന്നെയാണ്? സിമിലാരിറ്റിയിലുള്ളതാണ്. ബാക്കി മൂന്നും സിമിലാരിറ്റിയിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം, ലൈക്ക്നെസ് വേണം, അതുപോലെ സെന്റിമെന്റ്സ് ഓഫ് വൺസും നമുക്ക് എന്തില് രണ്ടു പേർക്കും സിമിലാരിറ്റിയിൽ ഉള്ളതാ. ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണ് അവിടെ വേണ്ടാത്തത്, എലിമെന്റ്സ് ആയിട്ട് വേണ്ടത്. ഡിഫറൻസ്, ഇവിടെ ഡിഫറൻസ് എന്ന് കണ്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചുതരാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പറയുന്നത് ഡിഫറൻസ് എന്ന് നോക്കാം. സിമിലാരിറ്റി ആണെങ്കിൽ ഇവര് മൂന്നും വേണം, എയും ബിയും ഡിയും നമുക്ക് വേണം. ഡിഫറൻസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അതിനെന്ത് ഡെഫിനിറ്റ് ലൊക്കാലിറ്റി. അത് കമ്മ്യൂണിറ്റിക്ക് മാത്രമേ വേണ്ടൂ, സൊസൈറ്റിക്ക് ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഇല്ല. അത് അബ്സ്ട്രാക്ഷൻ, സമൂർത്തീകരണമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അടുത്തത് പറഞ്ഞോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ കാണിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം.
6A ആണ് കേട്ടോ. 6A നോക്ക്, ഞാൻ കണ്ടോ? കണ്ടില്ലേ മക്കളെ? ഇതില് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ? ബന്ധുത്വ പെരുമാറ്റത്തിൽ പെടാത്തത് നോട്ട് എന്നാണ്. അത് കറക്റ്റ് അവിടെ ഒന്ന് മെൻഷൻ ചെയ്തോട്ടോ. നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ. അപ്പൊ നമ്മളൊന്ന് കിൻഷിപ്പ് ബിഹേവിയേഴ്സ് ഏതാന്ന് നോക്കാം. നമ്മുടെ ചാപ്റ്റർ 14 കിൻഷിപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 14 കുറച്ച് കിൻഷിപ്പ് ബിഹേവിയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവോയ്ഡ്നസ്, ജോക്കിംഗ് റിലേഷൻസ്, എക്കണോമി, അവൻകുലേറ്റ്, അമിറ്റേറ്റ്, കവേഡ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും മക്കളെ നോട്ട് കിൻഷിപ്പ് ബിഹേവിയർ? പേജ് നമ്പർ 186 ഫസ്റ്റ് പാർട്ട്. 186 186 ഫസ്റ്റ് പാർട്ടിലുണ്ട്. 186 ആണോ 54 ആണോ? 186 അതിൽ നോക്കിയേ. ജോക്കിംഗ് Which of the following is not a kinship behavior? ജോക്കിംഗ് റിലേഷൻസ്, അവോയ്ഡ്നസ്, ടെക്നോണമി, അവൻകുലേറ്റ്, അമിറ്റേറ്റ്, കവേഡ്. ഇതൊക്കെയാണ് ബിഹേവിയേഴ്സ്. അതിൽ ഏത് ബിഹേവിയേഴ്സ് ഇല്ല? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ബിഹേവിയേഴ്സ് ഉണ്ടോ? ഇല്ല, അതിനകത്തില്ല. ഫ്രണ്ട്ഷിപ്പ് അതാണ് ഇതിനകത്തില്ല. നോട്ട്. അപ്പൊ ഉത്തരം ഏതാണ്? A. ഫ്രണ്ട്ഷിപ്പ്. ക്ലിയർ ആയോ? Question number 6A. അതിൽ 6B ഉണ്ട്. വിച്ച് പറഞ്ഞോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ക്ലിയർ ആയോ മക്കളെ? പേജ് നമ്പർ 186 ബിഹേവിയർ. അതിലില്ലാത്ത ബിഹേവിയർ, നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഇല്ലാത്ത ബിഹേവിയർ. നോട്ട് എ കിൻഷിപ്പ് ബിഹേവിയർ ജോക്കിംഗ് റിലേഷൻ ഉള്ളതാ, ടെക്നോണമി ഉള്ളതാ, അവൻകുലേറ്റ് ഉള്ളതാ. ഇല്ലാത്തത് ഇതിലെ ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ അത് ടിക്ക് ഇടാം. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ്? ഈ പറഞ്ഞതിൽ ആരാണ് യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്നാണ്. പേജ് നമ്പർ 'എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പറഞ്ഞുതരാം. പേജ് നമ്പർ 186 എടുക്കുക. 189 ഇട്ടാ. 189 കണ്ടോ? 189 189 189. അതിലെ കുറെ ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ടോ? അതിൽ 1 2 3 4 5 6 ആറാമത്തെ ഡോട്ട് ഒന്ന് നോക്കിയേ. There are some unitary kin groups such as a family, lineage, clan, factory, moiety. ഇതൊക്കെയാണ് യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ്സ്. അപ്പൊ ഇതിൽ ഏതാ നമ്മുടെ ഓപ്ഷനിൽ ഉൾപ്പെടുത്താത്തത്? കിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. കിൻഡേർഡ് കണ്ടോ? ഇതിനകത്ത് ഫാമിലി, ലീനേജ്, ക്ലാൻ, ഫാക്ടറി, മോയിറ്റി ഇതൊക്കെ യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ്. ഇല്ലാത്തത് ഏതാണ്? കിൻഡ്രേഡ്. അപ്പൊ ഓപ്ഷൻ സി ആണ്. നോട്ട് എ യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ അതാണ്. ക്ലിയർ ആയോ? ആൻസർ സി. കേട്ടില്ല, ഒന്ന് ഉറക്കെ പറഞ്ഞ മോനെ. ഞാൻ ആരാ ചോദിച്ചേ? ഒന്ന് പറഞ്ഞ ഏതാ കിട്ടാത്ത? പേജ് നമ്പർ 189 189 നോക്കാം. അതിൽ 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ there are some unitary kin groups such as a family, lineage, clan, factory, moiety. ഇതൊക്കെയാണ് കിൻ ഗ്രൂപ്പ്, യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷനിൽ നോക്കുക, ഇതിൽ ഇല്ലാത്തത് നോട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് എ യൂണിറ്റേറിയൻ കിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ എടുത്തത് കിൻഡേർഡ്. കണ്ടില്ലേ? കണ്ടോ? ക്ലിയർ ആയോ മക്കളെ? കിട്ടാത്തതുണ്ടോ? അബ്ദുൽ കരീമിന് കിട്ടിയോ? അബ്ദുൽ കരീമാന്ന് ചോദിച്ചു തോന്നുന്നു. ആണോ കരീം? ഓക്കെ, ഇനി അടുത്ത ചോദ്യം 7ാമത്തെ കിട്ടി. 7. വിച്ച് ആർ ദി എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? കറപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏതാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. നമ്മൾ പഠിച്ചു മേജർ സോഷ്യൽ പ്രോബ്ലം ഇൻ ഇന്ത്യ. 29. അതിന്റെ ആൻസർ സി അല്ലേ?
എനിക്ക് പറയാം നിക്ക് അവിടെ ഓരോ എന്തോ ചോദിച്ചു. എന്താ ചോദിച്ചത്? ആരാ ചോദിച്ചത്? ആറാമത്തേന്റെ ആൻസർ ഏതായിരുന്നു? സി 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 കിൻഡർ. കിട്ടിയോ? കിട്ടി. പേജ് നമ്പറിൽ 189 പേജിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഇത് കിടക്കുന്നുണ്ട്. ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പൊ അതിൽ ഉത്തരം സി ഓക്കെ. ആണ്. ഇനി ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ആർ ദി എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? അതായത് വിദ്യാഭ്യാസ അഴിമതിക്ക് ഉദാഹരണം ഏതാ? ബ്ലാക്ക് മാർക്കറ്റിംഗ് സി ആണ്, ബ്രൈബിംഗ് എക്സാമിനേഴ്സ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് മലയാളം അറിഞ്ഞാൽ കിട്ടും അല്ലേ? എല്ലാത്തിന്റെയും മലയാളം അറിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ? ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്താ? കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെ? എക്കണോമിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറപ്ഷനാ അല്ലെ? എക്കണോമിക്കുമായി ബന്ധപ്പെട്ടിട്ടില്ലേ കറപ്ഷൻ അല്ലേ അത്? പിന്നെ ലൂട്ടിംഗ് പബ്ലിക് മണി വിത്ത് ദി ട്രേഡേഴ്സും ഏതാണ്? എക്കണോമിക്കലായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്കണോമിക്കും ട്രേഡ് എന്ന് പറയുമ്പോൾ എക്കോണമിയാ. പിന്നെ ഫുഡ് അലട്രേഷൻ, അതായത് നമ്മൾ ഈ ഭക്ഷ്യ വസ്തുക്കളിൽ കലർച്ച നടത്താം. ഇപ്പൊ എന്താ പറയില്ലേ, കാപ്പിപ്പൊടിയില് എന്ത് മായം ചേർക്കാം അല്ലെ? മുളക് പൊടിയിൽ ഇഷ്ടിക പൊടി ചേർക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞ് മായം ചേർക്കുന്നതിനാണ് ഫുഡ് അലട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ്? എക്സാമിനേഴ്സ് എന്ന് വരുമ്പോഴാണ് ഏത് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? അതന്നെ മലയാളം. എക്സാമറായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കണതാ. മാർക്കറ്റ് എക്കണോമിക്, ട്രേഡ് എക്കണോമിക്. പേജ് നമ്പർ പറയാം. 83 എടുക്കാം. 83 പാർട്ട് 1 83 എടുക്കാം. ക്ലിയർ ആയില്ലേ മോനെ? ഒന്ന് 7 പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പറഞ്ഞു തുടങ്ങുന്നുള്ളൂ. 7 ചോദ്യം ഇതാണ്. വിച്ച് ആർ ദി എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? അതായത് വിദ്യാഭ്യാസ അഴിമതിക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞത്. നമ്മുടെ പേജ് നമ്പർ 83 കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ അഴിമതികളാണ് ഏതിന്റെ ഇതിൽ കാറ്റഗറിയിൽ വരുന്നത്. അത് ഉണ്ട്. നോക്കി, സ്മഗ്ലിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിംഗ്, പ്രോഫിറ്ററിംഗ്, ഫുഡ് അലട്രേഷൻ എന്നൊക്കെ പറയുന്നത് കൊമേഴ്ഷ്യൽ കറപ്ഷൻ ആണ്. 83 ഇത് മുകളിൽ നോക്കിയേ. മാനിഫെസ്റ്റിഗേഷൻ ഓഫ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക് തുടങ്ങുമ്പോ അത് പാർട്ട് 1 2 എടുക്ക്. പാർട്ട് 2 പാർട്ട് 2 ഞാൻ പറഞ്ഞില്ലേ 29ാമത്തെ ചാപ്റ്റർ ആണ് മേജർ സോഷ്യൽ പ്രോബ്ലം ഓഫ് ഇന്ത്യ. 29 ചാപ്റ്റർ 29 83 253 അല്ലാതെ 83 പാർട്ട് 2 എടുക്കാം. 83 പാർട്ട് 2 എന്ന് പറയുന്നത് കറപ്ഷൻ അല്ലേ? ഏതാ? അതല്ലോ. എന്ത് കറപ്ഷൻ ആണെന്ന് കൊടുത്തിട്ടുണ്ട് 83ാമത്തെ പേജിലെ. ഒരു മിനിറ്റ് ഒന്ന് തപ്പിക്കോട്ടെ. പാർട്ട് 2 83 പേജ് എടുക്കാം. പാർട്ട് 1 എത്രാമത്തെ ഇതിലാണ് അവസാനിക്കുന്നത്? 29ാമത്തെ ചാപ്റ്റർ ഉള്ളത് എടുക്കോ ചെയ്യാൻ ചേട്ടൻ? 29 ചാപ്റ്റർ എടുത്തേ. എവിടെയാണെന്നാ 29 അല്ലേ? 29 ചാപ്റ്റർ ഉള്ളത് എവിടെയാന്ന് എടുക്കും. 22 അത് മറ്റേ ബുക്കിലാണ്. അതാണ് പാർട്ട് 2 എന്ന് പറയുന്നത്. 29 ചാപ്റ്റർ ഉള്ളത് ഉദ്ദേശിച്ചത് മൊഡ്യൂൾ 2 ആണ്. അങ്ങനെയല്ല, പാർട്ട് 2 എന്ന് പറഞ്ഞത് പാർട്ട് മറ്റേ ബുക്ക് 29ാമത്തെ ചാപ്റ്റർ 83ാമത്തെ പേജല്ലേ? അതിലുണ്ട്. 83ാമത്തെ പേജിൽ കറപ്ഷൻ എന്ന് പറഞ്ഞ മാനിഫെസ്റ്റിഗേഷൻ ഓഫ് കറപ്ഷൻ അല്ലേ? അതില് 4ാമത്തെ പാരഗ്രാഫ് നോക്കി. അഡ്മിനിസ്ട്രേഷൻ, ഡൊണേഷൻ, ഫ്രീ ഡിഗ്രി, ഡിപ്ലോമ അങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ എഡ്യൂക്കേഷണൽ കറപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ, ഡൊണേഷൻ, ഫ്രീ ഡിഗ്രി, ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ്സ്, മാസ് കോപ്പിംഗ്, ലീക്ക് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ബ്രൈബിംഗ് എക്സാമിനേഴ്സ്. അതന്നെയല്ലേ നമ്മളോട് ചോദിച്ചേ. ബ്രൈബിംഗ് എക്സാമിനേഷൻ ആണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ.
ഇനി കൊമേഴ്ഷ്യൽ കറപ്ഷൻ ഉദാഹരണമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്മഗ്ലിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടില്ലേ? കണ്ടോ? ക്ലിയർ ആയല്ലോ? But it ഇനി is in the അടുത്ത educational field അല്ലേ? ഞാൻ ഇനി അതിൽ നമ്മളോട് എക്സാമ്പിൾ ചോദിച്ചത് എടുത്തത് നോക്കി എഴുതിയാൽ മതി. ഞാൻ കാണിച്ചു തന്നു പറഞ്ഞുള്ളൂ ടെസ്റ്റിൽ എവിടെയാണ്. അതിലെ ചോദ്യം ആൻസർ അത് തന്നെയല്ലേ? സി തന്നെയല്ലേ? ആ സി തന്നെയാണ്. ദെൻ 83-ാമത്തെ പേജിൽ ഉണ്ട് എന്ന് പറഞ്ഞതുള്ളൂ. ഇനി 8ാമത്തെ ചോദ്യം, വിച്ച് ആർ ദി ഫാക്ടർ ടേക്കൺ ടു അക്കൗണ്ട് ഓഫ് മെഷർ ഹ്യൂമൻ പോവർട്ടി? നമ്മള് ഇവിടെ ഏത് ഘടകത്തെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യ ദാരിദ്ര്യത്തിന്റെ കണക്കാക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ദാരിദ്ര്യം കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ്നിറ്റി, നോളേജ്, റീസൺ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓൾ ഓഫ് ദീസ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ദാരിദ്ര്യം നമ്മൾ കണക്കാക്കാം? ഹ്യൂമൻ പോവർട്ടി കണക്കാക്കാം. ഡിസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. പേജ് നമ്പർ പറയട്ടെ. 7ാമത്തെ ഉത്തരം സി ആണ്. ആരാ ചോദിച്ചു? കീർത്തി. 7ാമത്തെ സി ആണ് കേട്ടോ. ബിർബിളിംഗ് എക്സാമിനേഴ്സ് 7ാമത്തെ ഉത്തരം സി ആണ്. ഞാൻ ഒന്ന് അടയാളപ്പെടുത്തിരാം. സി ആണ് കേട്ടോ. 8ാമത്തെ ഉത്തരം ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഏത്? ഹ്യൂമൻ പോവർട്ടി മെഷർ ചെയ്യുന്നത്. അതിന്റെ പേജ് എവിടാന്ന് പറയാമോ? തൊട്ടപ്പുറത്തെ പേജ് 84ാമത്തെ പേജ് എടുക്കാം. 84ാമത്തെ പേജ് എടുത്തോ. പോവർട്ടി എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ലാസ്റ്റത്തെ പാരഗ്രാഫില്ലേ, 5ാമത്തെ പാരഗ്രാഫ്, 4ാമത്തെ പാരഗ്രാഫ്, ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ. കണ്ടില്ലേ ചെറിയാൻ ചേട്ടൻ? കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ ഡി. നോക്കിയേ. സോ ഹ്യൂമൻ പോവർട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. സോ ഹ്യൂമൻ പോവർട്ടി ക്യാൻ ബി മെഷേർഡ് ഓൺ ദി ബേസ് ഓഫ് 3 എലിമെന്റ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന്. മനുഷ്യന്റെ 3 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ ദാരിദ്ര്യം നിർവചിച്ചത്. ലോങ്ലിറ്റി, നോളേജ് ആൻഡ് ഡീസൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഓൾ ഓഫ് ദീസ്. കണ്ടോ? 84ാമത്തെ പേജിലെ ഓൾ ദ ബേസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ എന്ന് പറഞ്ഞ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഇത് പോവർട്ടി എന്നുള്ള പാരയാണോ? 29ാമത്തെ ചാപ്റ്ററിലെ കാര്യം തന്നെ പറയുന്നത്. അതെ, poverty is an unusual problem. It is conditions of an individual in which his income is also അതല്ലേ? അതല്ല, also inability. ഓൺ ദ ബേസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ. 84ാമത്തെ പേജിൽ ഓൺ ദ ബേസ് ഓഫ് ഹ്യൂമൻ ഫാക്ടർ പോവർട്ടി ക്യാൻ. അത് എത്രാമത്തെ വഴിയാന്നുള്ളതാണ്. 4ാമത്തെ പാരഗ്രാഫ് പോവർട്ടി എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കാം. One of the basis human of അതല്ലേ, one of the basis of human factor poverty cannot be measured only on economic terms. It should be also measured terms of deprivation. So human poverty can be measured on the basis of 3 elements of human life: longevity, knowledge and decent standard of living. കണ്ടോ? അപ്പൊ എന്താണ് ഉത്തരം? ഓൾ ഓഫ് ദീസ് അല്ലേ വേണ്ടേ? ക്ലിയർ ആയല്ലോ? All of these. ഓക്കെ. ദെൻ ഇനി നമുക്ക് അടുത്തത് 8ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഉണ്ട്, ബി ആണ് ഈ നോക്കേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കം അണ്ടർ ദി നാച്ചുറൽ ഫാക്ടേഴ്സ് റെസ്പോൺസിബിളി ഫോർ പോവർട്ടി? ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാവുന്ന പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങൾ ഏതാന്നാ ചോദിച്ചേട്ടാ. പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് പേജ് നമ്പർ 85ാമത്തിലെ ഫ്ലഡ്. ഓക്കെ, ഫ്ലഡ്. ഉത്തരം ഫ്ലഡ് തന്നെയാണ്. 85ാമത്തെ പേജിൽ നാച്ചുറൽ കോസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ അത് എക്കണോമിക്കൽ കോസസ് ആണ്. ഫ്ലഡ് ആണ് നാച്ചുറൽ വരുന്നത്. ഇല്ലിറ്ററസി വരുമ്പോൾ അത് എഡ്യൂക്കേഷണൽ ആയിട്ട് വരും. അൺഎംപ്ലോയ്മെന്റ് വരുമ്പോ എക്കണോമിക്കൽ ആയിട്ട് വരും. ക്ലിയർ ആയോ? അതിന്റെ ഉത്തരം ഉത്തരം ഫ്ലഡ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത്
9ാമത്തെ ചോദ്യം. What are the essential condition a caste must adhere to the order of to benefit from the Sanskritization? സാൻസ്ക്രിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏത് കണ്ടീഷനാണോ ജാതി വ്യവസ്ഥയിൽ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ, ഇറ്റ് ഷുഡ് ബി ഹാസ് എ ടച്ചബിൾ സ്റ്റാറ്റസ്. ടച്ചബിൾ സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അതായത് പദവി നമ്മളെ തൊട്ടുകൂടായ്മ എന്നാൽ പദവിയുടെ അടിസ്ഥാനത്തിൽ വരുന്നു. ഇറ്റ് ഷുഡ് ഹാവ് ബെറ്റർ എക്കണോമിക്കൽ കണ്ടീഷൻ. അവർക്ക് എന്താ സാമ്പത്തികപരമായിട്ട് മുന്നേറാൻ സാധിക്കുന്നു. ഇറ്റ് ഷുഡ് മേക്ക് എ ക്ലെയിം ടു മെമ്പർഷിപ്പ് ഇൻ എ ഹൈ കാസ്റ്റ് ബൈ പ്രൊപ്പഗേറ്റിംഗ് സം സ്റ്റോറി ഓർ മിത്ത്. ആൻസർ ഡി അല്ലേ? ഡി ആണ്. ഓൾ ഓഫ് ദം ആണ്. ഉത്തരം എല്ലാം വരും, ഓൾ ഓഫ് ദം ആണ്. പേജ് നമ്പർ ഞാനൊന്ന് പറയാം. നമ്മുടെ 27ാമത്തെ ചാപ്റ്റർ ആയ കാസ്റ്റ് സിസ്റ്റം എടുക്കാം. കാസ്റ്റ് സിസ്റ്റം എടുക്കത്തില് ഈ 56ാമത്തെ പേജ് സാൻസ്ക്രിറ്റേഷൻ 27ാമത്തെ ചാപ്റ്റർ എടുക്കാം. അതിൽ 56ാമത്തെ പേജ് സെക്കൻഡ് ബുക്ക് ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോ അതിന്റെ ഒരു മീനിങ് കൂടെ ഒന്ന് പറഞ്ഞു പോയാൽ നന്നായിരുന്നു. എല്ലാ മീനിങ്ങും പറഞ്ഞില്ലേ ഞാൻ. വാട്ട് ആർ ദി എസെൻഷ്യൽ കണ്ടീഷൻ, അതായത് കാസ്റ്റ് ജാതി ഇതിൽ വരുന്ന ഏത് ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കൃതൈസേഷൻ സംസ്കൃതീവൽക്കരണം ഉപയോഗപ്രദമാകുന്നത്. ജാതി വ്യവസ്ഥയിൽ എന്ത് കണ്ടീഷനൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് അതിന് ഉത്തരം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേജ് നമ്പർ 56 എടുക്കാം. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കിൽ നോക്കിയേ. ഫോർ സാൻസ്ക്രിറ്റൈസേഷൻ എ കാസ്റ്റ് മസ്റ്റ് ഹാവ് എ 3 കണ്ടീഷൻ. 3 കണ്ടീഷനിൽ ജാതി കണ്ടീഷനിൽ മാറണം എന്നാണ് പറഞ്ഞത്. കണ്ടോ കരീമേ? It should have a touchable status. It should have a better economic condition. It should make a claim membership into high caste by process. Propagating some story or myth. ഈ 3 കണ്ടീഷനിലാണ് ജാതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമാണ് സംസ്കൃതൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാം. ക്ലിയർ ആയല്ലോ? ഉത്തരം ഇനി ഓപ്ഷൻ ഡി ആണ് വരാട്ടെ മക്കളെ. ഓൾ ഓഫ് ദി എബോ. ഓൾ ഓഫ് ദി എബോ. ഞാൻ എല്ലാത്തിനും മലയാളം പറയണില്ലേ? ഞാൻ എല്ലാത്തിനും മലയാളം പറയുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഒന്നുകൂടി എന്നോട് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഇത് ഇനി 10ാമത്തെ ചോദ്യം പറഞ്ഞോട്ടെ. 10 which of the following feature distinguish urban life from the rural life? അതായത് ഇതിന്ന് അർബൻ ലൈഫിൽ നിന്നും റൂറൽ ലൈഫിലേക്ക് ഏത് മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അനോമിനിറ്റി ആണോ, ഫ്രണ്ട്ഷിപ്പ് ആണോ, പേഴ്സണൽ പറയട്ടെ ഞാൻ പറയണ പോലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ്, ഇതിൽ ഏത് ഘടകമാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും? അതായത് അർബൻ ലൈഫിൽ നിന്നും റൂറൽ ലൈഫിനെ മാറ്റുന്നത് എന്നത് ഡിസ്റ്റിംഗ്വിഷ് ആണ്, മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അനോമിനിറ്റിയിലാണോ, ഫ്രണ്ട്ഷിപ്പിലാണോ, പേഴ്സണൽ കോണ്ടാക്റ്റിലാണോ, ഫാമിലി റിലേഷൻഷിപ്പിലാണോ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുന്നത്? ഡിസ്റ്റിംഗ്വിഷ്. അതായത് അർബൻ ലൈഫ് നഗര ജീവിതത്തിൽ നിന്നും റൂറൽ ജീവിതം ഉണ്ടല്ലോ വരുന്നത്, അതിൽ ഏതിലാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്? അനോണിമിറ്റി, ഫ്രണ്ട്ഷിപ്പ്, പേഴ്സണൽ കോണ്ടാക്ട്, ഫാമിലി റിലേഷൻസ്. ഇത് നമ്മുടെ ചാപ്റ്റർ 26 ഇത് വരുന്നത്. 26 ടോപ്പിക് ആണ്. ടോപ്പിക് ആണ് ഇത് കേട്ടോ. ഏത് ഘടകത്തിലാണ് മാറ്റങ്ങൾ വരുന്നത്?
ഇതിൽ ഉത്തരം ഏത് മാറ്റത്തിലാണ്? ഫ്രണ്ട്ഷിപ്പില്, പേഴ്സണൽ കോണ്ടാക്റ്റില്, ഫാമിലി റിലേഷൻഷിപ്പില്. ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നതിൽ എനോമിനിറ്റി ആണ്. അതായത് കൾച്ചറൽ കോണ്ടാക്ട് ആണ് ആറിൽ ഉണ്ടാവില്ല, ഗ്രാമപ്രദേശങ്ങൾ ലൈഫിൽ ഉണ്ടാവില്ല. Anonymity is the future of urban society. It means people do not know each other in the city as the village. 47ാമത്തെ പേജ് നോക്കാം. 47ാമത്തെ പേജില് കെ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കൊടുത്തിട്ട് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മുകളില് അനോമിനിറ്റിയിലാണ്, ആ ഫ്യൂച്ചേഴ്സിലാണ് അർബൻ Anonymity is a feature of urban societies. സൊസൈറ്റി. It means the people do not know each other. മനുഷ്യർ തമ്മിൽ പരസ്പരം ബന്ധം ഉണ്ടാവില്ല. In the city as the village, അല്ലെ? As in the village. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫ്രണ്ട്ഷിപ്പും പേഴ്സണൽ കോണ്ടാക്ട്, ഫാമിലി റിലേഷൻഷിപ്പും, ഇത് മൂന്നും റൂറൽ ലൈഫിലും അർബൻ ലൈഫിലും എങ്ങനെയാന്ന് പറയുന്നുണ്ട്. പക്ഷെ അനോമിനിറ്റി ഏറ്റവും കൂടുതൽ കാണാൻ നമ്മൾ ഏതിലാണ്? അർബൻ ലൈഫിലാണ് കാണാൻ പറ്റുക. കിട്ടിയോ? ഇനി അടുത്തത് 10B. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി? അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആ. കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? സിറ്റി, വില്ലേജ്, ടൗൺ, ബോത്ത് ബി ആൻഡ് സിറ്റി. കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാ? ഇത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ ചാപ്റ്ററിലെ അതില് കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമല്ലത്. സിറ്റി, which of the following is a not example of community? Option D, both B and city. Okay. വില്ലേജും ടൗണും രണ്ടുമാണോ? രണ്ടുണ്ട്. വില്ലേജും ടൗണും അല്ലേ? ബോത്ത്. അതെവിടെയാ അസോസിയേറ്റ്? എന്നാ പറയണേ. ഇനി പേജ് നമ്പർ 54 ആണോ? 52 നിക്ക്. ഇത് ഉത്തരം എനിക്കൊരു കൺഫ്യൂഷനാ. കാരണം വില്ലേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമല്ലേ മക്കളെ? 53ാമത്തെ പേജ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് നോക്കി. വില്ലേജ് ഓർ റൂറൽ, സിറ്റി ഓർ അർബൻ, നാഷൻ ആൻഡ് വേൾഡ്. അപ്പൊ ഇതിലെ ഓപ്ഷൻ ഏതാ വരിക? സി അല്ലേ? ടൗൺ അല്ലേ വരിക? നിങ്ങളെല്ലാം ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു. വില്ലേജ് എന്ന് പറയുന്നത് ഓൾറെഡി കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഉദാഹരണമുള്ളതാണ്. നൈബർഹുഡ് ഓർ വില്ലേജ് ആർ ഗുഡ് എക്സാമ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ പാരാഗ്രാഫിലുണ്ട് കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഒന്ന് നോക്കിയേ മക്കളെ. വില്ലേജ് ഓർ റൂറൽ, സിറ്റി ഓർ അർബൻ, റാഷൻ, വേൾഡ്, ഇതൊക്കെ കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണങ്ങളാ. ഉത്തരം സി ആണ് കേട്ടോ, ടൗൺ ആ വരിക. നോട്ട് എക്സാമ്പിൾ എന്നാ പറഞ്ഞത്, ഉദാഹരണം അല്ലാത്തത്. കരീം പിന്നെ വേറൊരാളും കൂടിയാണ് മെസ്സേജ് ചെയ്തത്. ആരാണ്? റഹ്മത്ത് അല്ലേ? അബ്ദുൾ കരീം ഒന്ന് നോക്കിയേ. അല്ലേ? ടൗൺ അല്ലേ വരിക? അല്ലേ? ഒന്ന് നോക്കിയേ. വില്ലേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഉദാഹരണം, ബെസ്റ്റ് എക്സാമ്പിളാ വില്ലേജ് എന്ന് പറയുന്നത്. ടൗൺ നെക്സ്റ്റ്. 10ന്റെ ആൻസർ പ്ലീസ്. 10ന്റെ ഏത് ആൻസർ പോലെ? 10 എയുടെ ആണോ ബിയുടെ ആണോ? ബി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 10 എയുടെ ആൻസർ അനോമിനിറ്റി ആണ്, എ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷ് അർബൻ ലൈഫ് ഫ്രം ദി റൂറൽ ലൈഫ്? അതായത് അർബൻ ലൈഫിൽ നിന്നും റൂറൽ ലൈഫ്. ഓക്കെ, എ അനോമിനിറ്റി കേട്ടോ. ബി സി ആണ്, ടൗൺ ആണ് കേട്ടോ ഉത്തരം വരാം. ടൗൺ മാത്രമേ ഉള്ളൂ. വില്ലേജ് എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് സി എന്ന് വേണ്ട. വില്ലേജ് എന്ന് പറയുന്നത് എന്താണ്?
കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല എക്സാമ്പിളാ, ഗുഡ് എക്സാമ്പിൾ അപ്പൊ എന്ന് പറയാം. സിറ്റിയോ? അപ്പൊ സിറ്റിയോ? സിറ്റി എന്ന് പറയുന്നതും എക്സാമ്പിളാ. ആ 53-ാമത്തെ പേജിൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് തിരിച്ചേക്കണം നോക്കിയേ. വില്ലേജ് ഓർ റൂറൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ സിറ്റി ഓർ അർബൺ എന്ന് വരാം, നേഷൻ, വേൾഡ്, ഇതൊക്കെ എന്ത് കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാ. അതിൽ വരാത്തത് ടൗൺ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ആ ടൗൺ ആണ് അവിടെ എടുത്ത് പറയണ്ടേ. കഴിഞ്ഞു. ആൻസർ സി. ടൗൺ. സി. ഇനി അടുത്ത നോക്കട്ടെ ട്ടോ, അടുത്തത്. അയ്യോ, അടുത്തത് എടുക്കാൻ സമയം ഇല്ല, കുറച്ച് ചോദ്യങ്ങളുള്ളൂ. ഇത്ര നേരം. ഇനി 11 പറഞ്ഞു, 10 കഴിഞ്ഞു. ലിറ്ററസി ഈസ് എ കോഴ്സ് ഓഫ് മോഡേൺ സൊസൈറ്റി. ഇല്ലിറ്ററസി ഈസ് എ കോഴ്സ്. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരക്ഷരതയാണ്. ഈസ് എ കോഴ്സ് ഫോർ മോഡേൺ സൊസൈറ്റി ബിക്കോസ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇല്ലിറ്ററസി ആധുനിക സമൂഹത്തിൽ വരുന്നത്? ഇറ്റ് ലീഡ് ടു ദി ഇഗ്നോറൻസ്. ആൾക്കാരെ ഇഗ്നോർ ചെയ്യാം. സൂപ്പർസ്റ്റിഷൻസ് അറിയാലോ, മന്ത്രവാദം അതൊക്കെ കൊണ്ടുവരുമ്പോ, ഡിപ്രിവേഷൻ താഴ്ത്തപ്പെടുമ്പോ, ഓൾ ഓഫ് ദിസ് എല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇല്ലിറ്ററസി മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയണത്. ഇത് ഇല്ലിറ്ററസി എന്ന് പറയുന്നത് ശരിക്കും നമ്മള് 29-ാമത്തെ ചാപ്റ്ററിലും ഇല്ലിറ്ററസി നമ്മൾ പഠിക്കുന്നുണ്ട്. മേജർ സോഷ്യൽ പ്രോബ്ലം ഓഫ് ഇന്ത്യയിലും ഇല്ലിറ്ററസി എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇല്ലിറ്ററസി നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ വരുന്നത്? പേജ് നമ്പർ 78 എടുക്കാം. പേജ് നമ്പർ 78, അതായത് 29-ാമത്തെ ചാപ്റ്ററുള്ള പേജ് നമ്പർ 78. 29-ാമത്തെ ചാപ്റ്റർ ആണ് ഇത്. 78. അതിൽ നോക്കി, അതിൽ ആദ്യത്തെ പാരഗ്രാഫിലെ ലാസ്റ്റത്തെ ലൈൻ നോക്കിയാൽ, ലാസ്റ്റത്തെ ലൈൻ, ആദ്യത്തെ പാരഗ്രാഫിലെ ലാസ്റ്റത്തെ ലൈൻ, ലിറ്ററസി ഓൺ ദ അതർ ലാൻഡ്, അതാണോ? ലിറ്ററസി സിറ്റുവേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക് കണ്ടോ? കണ്ടു. അതിന്റെ ആ പാരഗ്രാഫ്, ആദ്യ പാരഗ്രാഫിലെ ലാസ്റ്റത്തെ സെന്റൻസ് നോക്കുമ്പോ ദ illiteracy is a curse. Thus illiteracy is a curse for modern society. It leads to ignorance, superstition, deprivation and even wrong thought and action. അപ്പൊ ഉത്തരം ഏതാണ്? ഓൾ ഓഫ് ദിസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ 11-ലെ ഓൾ ഓഫ് ദിസ്. കിട്ടിയോ? ആൻസർ ഡി അല്ലേ? ഡി. നെക്സ്റ്റ് വൺ. 11B, അതായത് ഹൗ മെനി സ്റ്റേജസ് പോപ്പുലേഷൻ എക്സ്പെർട്ട് ഹൗ ഐഡന്റിഫൈ ബിഫോർ ദി പോപ്പുലേഷൻ ഗെറ്റിംഗ് സ്റ്റെബിലൈസ്ഡ്. അതായത് പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ എക്സ്പേർട്സുകൾ, അതായത് ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യാൻ, എത്ര സ്റ്റെപ്പിലൂടെ നമുക്ക് നമ്മുടെ പോപ്പുലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ, സ്ഥിരമാക്കി മാറ്റാൻ കഴിയുമെന്ന്, എത്ര സ്റ്റെപ്പിലൂടെ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ചാപ്റ്ററിലെ ചോദ്യം തന്നെയാണ്. മിനിമം 80-ാമത്തെ പേജിലുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് പോപ്പുലേഷൻ നമുക്ക് സ്റ്റേബിൾ ആക്കാൻ പറ്റുള്ളൂ. പോപ്പുലേഷൻ എക്സ്പ്ലോഷനിൽ അക്കോർഡിംഗ് ടു എവറി കൺട്രി പാസ് ടു 3 സ്റ്റേജ് ഓഫ് പോപ്പുലേഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. According to them, every country passes through the 3 stage of population transition. 3 സ്റ്റേജിലൂടെയാണ് എന്ത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. കണ്ടോ? പേജ് നമ്പർ 80-ാമത്തെ പേജിലുണ്ട്. കണ്ടു. 11B അല്ലേ? 11B സി ആണ്. ആൻസർ സി. സി അല്ലേ? ഇന്ന് ഇത്രയും മതി. 8 മണിയായി. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇത് എല്ലാവർക്കും സ്ക്രീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഒന്ന് ഇട്ട് തരട്ടെ. നിങ്ങൾ എല്ലാരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ. ഒരുമിച്ചാ? ആയിക്കോട്ടെ, ആ എടുക്കാം എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എനിക്ക് എന്നിട്ടൊന്ന് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ. ഏതാ? ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. ഇത് 331 5 നടക്കുന്നത് പോലാണോ? ആ അത് തൊട്ടെടുത്തോ, ഒന്ന് എടുത്തോ. ഒരുമിച്ച് എടുത്തെങ്കിൽ ഒന്ന് എസ് എന്ന് പറഞ്ഞ എല്ലാരും ഒന്ന് വേഗം നോട്ടെ. എനിക്കൊന്ന് എടുത്തോ. ഇതെടുത്തു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ മുതൽ? 16 മുതൽ 16 മുതൽ 20 വരെ അല്ലേ? 20 വരെ. ഇത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ നോക്കാൻ നിങ്ങൾ പേജ് നമ്പർ വേഗം കണ്ടുപിടിച്ചാൽ സുഖമായിട്ട് നമുക്ക് പറഞ്ഞു വേഗം പോവാം. അല്ലെങ്കിൽ ടൈം കുറേ പോകുന്നു. ഓണായിക്കോട്ടെ. 20 മുതൽ കേട്ടാ. 23 അതെടുത്തില്ല. അതെടുത്തില്ലേ? 16 മുതൽ 20 വരെയുള്ള എടുക്കാൻ തോന്നുന്നുള്ളൂ. പക്ഷെ ഞാൻ വയസ്സനല്ലേ? വയസ്സാണെങ്കിലും 20 വയസ്സിന്റെ ഇതുണ്ടല്ലോ അല്ലേ? നോക്കട്ടെ, എനിക്ക് കണ്ണൊക്കെ പിടിച്ച് വരാൻ പാടാ. ഓക്കെ ഞാൻ എടുത്തുതരാം. 16 16 മുതൽ 20 വരെ. നിക്കട്ടെ, 1 സെക്കൻഡ്. അടുത്ത നെക്സ്റ്റ്. എടുത്തോ? കിട്ടിയോ? യെസ്. ഒന്നും കൂടി വേണമെങ്കിൽ എടുത്തോട്ടാ, കിട്ടണമല്ല. ദെൻ എടുത്തെങ്കിൽ നെക്സ്റ്റ് കേട്ടാ. 20 മുതൽ 23 വരെ ഉള്ളൂ കേട്ടോ. എടുത്തോ? ഓക്കെ, ദെൻ കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് എടുക്കാം. 23-ല് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് 3rd 4th റോമൻ ലെറ്ററിലാ പോയേക്കണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെടുത്താൽ മതി. ഈ ഒരു പേജ് അസർട്ടിന് സെക്കൻഡ് ഭാഗമാണത്. 23-ന്റെ ഭാഗം 3rd 4th 5th 6th റോമൻ ലെറ്ററിലാ പേജ്. പേജ് നമ്പർ 8 of 23 അല്ലേ? 8 of 23 7 of 23 കഴിഞ്ഞു. അതെടുത്തില്ലേ? അടുത്തത് 24 കേട്ടാ. 24 9 of 3 വരും ഇതില്. 24ഉം 25 കേട്ടാ. ആ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അത് വേണ്ട നമുക്ക് ശരിക്കും. വേണ്ട. വേണ്ട, എന്നാലും എടുത്തു. അതിൽ മാച്ച് ദ ഫോളോയിങ് വേണം നമുക്ക്. ഓക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടൂട്ടോ ഡൗൺലോഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞുതരാം എവിടെയാണ്, എങ്ങനെ എടുക്കാന്ന്. ഇത് എടുത്തോ കേട്ടോ. 26 മുതൽ 26 മുതൽ 10 of 23. ഓക്കെ. ടീച്ചറെ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിലുണ്ടോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല, ഗ്രൂപ്പിലെ കാര്യം ഇപ്പൊ നിക്കട്ടെ. നീ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കേ. ഇത് കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 36 11 of 23 വരും കേട്ടോ. അതൊന്ന് സ്ക്രീൻ എടുത്തോ. 36 മുതൽ 43 വരെ ഉള്ളത് കിട്ടിയാൽ മതി നമുക്ക്.
11/23 അല്ലേ എടുത്തു? 11/23 എടുത്തു. ദെൻ ഓക്കെ. അടുത്തത് ഉം. 11/23 എടുത്തു. 12/23 എടുത്തു കേട്ടോ. 12/23. ഓക്കെ. 43 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ലാസ്റ്റത്തെ ഓക്കെ. എടുത്തോ? Yes, started. ലാസ്റ്റത്തെ പേജ് 14/23. ഓക്കെ, കിട്ടിയല്ലോ. Yes, okay. Thank you. ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് ഉണ്ടല്ലോ NOECയുടെ +2 സോഷ്യോളജി ടെസ്റ്റ് എന്ന് അടിക്കാം ഗൂഗിളില്. അങ്ങനെ അടിച്ചിട്ട് അപ്പൊ നമ്മുടെ NOECയുടെ +2 ഗൂഗിളിൽ അടിച്ചു നോക്കാം. ഗൂഗിളിൽ എടുക്കാം NOEC +2 സോഷ്യോളജി ടെസ്റ്റ് എന്ന് അടിച്ചു നോക്കാം. അടിക്കുമ്പോ ഒന്ന് എഴുതിക്കോട്ടെ. ആ. NIOS അല്ലേ? നമ്മുടെ അതെടുക്കാം. അതെടുക്കാം. +2 സോഷ്യോളജി ടെസ്റ്റ് എന്ന് അടിക്കാം. +2 സോഷ്യോളജി ടെസ്റ്റ് എന്നാണോ ക്വസ്റ്റ്യൻ ആണോ? ടെസ്റ്റ് എന്ന് അടിക്കും, അപ്പൊ കിട്ടും. ടെസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ. അല്ല, അതിന്റെ അടിയില് അപ്പൊ ഒരു PDF പോലെ കുറെ PDF തുറക്കാൻ പറ്റി ഓരോ ചാപ്റ്റർ വരും. അതിന്റെ ഏറ്റവും അടിയില് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അത് ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിന്റെ ആൻസറും അതിലുണ്ട്. എല്ലാത്തിന്റെയും കിട്ടും അങ്ങനത്തെ ഒരു ട്രയലർ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ഹിസ്റ്ററിക്ക് കിട്ടും, സോഷ്യോളജി കിട്ടും, പൊളിറ്റി എല്ലാത്തിനും കിട്ടും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി NOEC ഇട്ടേക്കണത് അത്. ഓക്കെ, അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വീട് മാണിക്യവനത്തല്ലേ വീട്? അതെവിടെ കിട്ടി? അതൊക്കെ വരും.